അമോറിമിനെ സാക്ക് ചെയ്ത് നമ്മുടെ ഇൻട്രീം കോച്ചായിട്ട് കൊണ്ടുവന്ന മൈക്കിൾ ക്യാരിക്കിൻ്റെ ആദ്യത്തെ 3 മത്സരങ്ങൾ കഴിയുന്നു. 3ലും നമ്മൾ ജയിക്കുന്നു. ഈ മൈക്കിൾ ക്യാരിക്കിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാണുമ്പം എനിക്ക് പഴയ പല ഓർമ്മകളും ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. ഫെർഗ്യൂസൻ്റെയും ഒലെ ഗണ്ണർ സോൾഷെയറിൻ്റെയൊക്കെ ആ ഒരു പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ശരിക്കും നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ് ഒരിക്കലും നമ്മൾ പൊസഷൻ ഡോമിനൻ്റ് ടീമല്ല. ട്രഡീഷണലി അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ പൊസഷൻ ഡോമിനേറ്റ് ചെയ്യുന്ന ടീമല്ല നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ അത് ഇന്നത്തെ മത്സരത്തിലും സെസ്കോ മത്സരത്തിന് ശേഷം സെസ്കോയോട് ഇൻ്റർവ്യൂർ ചോദിക്കുന്നുണ്ട് മൈക്കിൾ ക്യാരിക്കിനെയും അതേപോലെ തന്നെ അമോറിമും ഇവരെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്തും സെസ്കോ പറയുന്ന കാര്യങ്ങൾ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ്, ഇൻറ്റൻസിറ്റി, പാഷൻ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ടീമിലോട്ട് കുത്തി നിറയ്ക്കാനാണ് മൈക്കിൾ ക്യാരിക്ക് കൂടുതലും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓഫ് ദ ബോളുള്ള വർക്ക് റേറ്റ്, ഓരോ പ്രാവശ്യം ബോൾ ലൂസ് ചെയ്യുമ്പം അവനവൻ്റെ പൊസിഷൻസ് ഡിഫെൻഡ് ചെയ്യാൻ, അവനവൻ്റെ പൊസിഷൻസിലുള്ള ആ ഒരു സ്പേസസ് ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു എന്നാ പറയുന്നത്, ആ ഒരു വ്യഗ്രത, ആ ഒരു നെട്ടോട്ടം, അതൊക്കെ നമ്മൾ മാച്ച് കാണുന്ന നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി, അഗ്രഷനും കാര്യങ്ങളും കുത്തി നിറയ്ക്കാനാണ് ആദ്യം തന്നെ മൈക്കിൾ ക്യാരിക്ക് ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ അമോറിമിൻ്റെ ടീമിനെ നോക്കിയാൽ, അമോറിമിൻ്റെ ഏറ്റവും അവസാനത്തെ മത്സരം ലീഡ്സിനെതിരെയുള്ള മത്സരം നോക്കിയാൽ ആ സമയത്തും ആ മത്സരത്തിലും ലീഡ്സ് നമ്മുടെ ടീമിനേക്കാളും ലീഡ്സിൻ്റെ പ്ലെയേഴ്സ് 5 കിലോമീറ്റർ എക്സ്ട്രാ റൺസ് നടത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഹാർഡ് വർക്കിങ്ങിൻ്റെ കാര്യത്തിൽ, ട്രാക്ക് ബാക്കിൻ്റെ കാര്യത്തിൽ, ത്രൂ ഔട്ട് ദ മാച്ച് ആ ഒരു ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ, ഓഫ് ദ ബോളുള്ള ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ അമോറിമിൻ്റെ സമയത്ത് നമ്മൾ ബാക്കിലോട്ടായിരുന്നു. അപ്പം അതിനെ ക്യാരിക്ക് ഫിക്സ് ചെയ്തു എന്ന് സെസ്കോ വരെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രഡീഷണലി അല്ലെങ്കിൽ ഫെർഗ്യൂസൻ്റെ സമയത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ഫെർഗി ടൈം കംബാക്സ്, അതേപോലെ കഴിഞ്ഞ മത്സരത്തിലും നമ്മൾ കംബാക്ക് നടത്തി തന്നെയാണ് ആർസണലിനെതിരെ ഓരോ പ്രാവശ്യവും പുറകിൽ പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വന്ന് ഗോളുകൾ അടിച്ച് മത്സരം 3-2 ജയിച്ചത്. ഇന്നത്തെ മത്സരവും 3-2 നമ്മൾ ജയിക്കുന്നു. അതും ഫെർഗി ടൈമിൽ നമ്മൾ ഗോൾ സ്കോർ ചെയ്യുന്നു. ഗോൾ സ്കോർ ചെയ്തത് സെസ്കോ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം 22-23 വയസ്സുള്ള സെസ്കോ, ഹോയിലൻഡ് ഇങ്ങനത്തെ സ്ട്രൈക്കേഴ്സ് നമ്മുടെ ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ സെലിബ്രേഷൻ കണ്ടാലും അറിയാം അവൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ എന്തുമാത്രം ആ ഒരു ഗോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫെർഗി ടൈമിൽ അവൻ ആ ഒരു ഗോൾ സ്കോർ ചെയ്യാനും പറ്റി. അത് മാത്രമല്ല ആ ഗോൾ കാരണം നമുക്ക് ജയിക്കാനും പറ്റി. ഇതൊക്കെ അവൻ്റെ കോൺഫിഡൻസിന് എന്താണേലും മുന്നോട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അവന് നല്ലൊരു ഫ്യൂച്ചർ നമ്മുടെ യുണൈറ്റഡിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അവൻ്റെ ഇന്നത്തെ മത്സരത്തിൽ അവൻ്റെ ആദ്യത്തെ ടച്ച് എന്ന് പറയുന്നത് ആ ഒരു ഹെഡർ പോസ്റ്റിൽ ഇടിക്കുന്നത് തിരിച്ചു വരുന്നു. ആ സമയത്ത് ഞാൻ ഓർത്തത് ഇവൻ എത്ര പ്രാവശ്യം ഈ ഹെഡ് ചെയ്യുന്ന സമയത്ത് എത്ര പ്രാവശ്യം ഇതുപോലെ പോസ്റ്റ് ഹിറ്റ് ചെയ്യുന്നു, ഇവൻ എന്തുമാത്രം നിർഭാഗ്യവാനാണെന്ന് ഞാൻ ആ സമയത്ത് ഓർത്തതാണ്. പക്ഷേ ഇതേപോലെ ഒരു തിരിച്ചുവരവ് നടത്താനും ആ ഫെർഗി ടൈമിൽ ഗോൾ സ്കോർ ചെയ്യാനും അവന് പറ്റി എന്നുള്ളത് അവനെ സംബന്ധിച്ച് അവന് ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പം ഇന്നത്തെ മാച്ചിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഫുൾഹാം നമ്മളെ പൊസഷൻ്റെ കാര്യത്തിലൊക്കെ ഡോമിനേറ്റ് ചെയ്യും, അവർ സിറ്റ് ബാക്ക് ചെയ്യും. അപ്പം അങ്ങനെ സിറ്റ് ബാക്ക് ചെയ്യുന്ന ഫുൾഹാമിനെ എങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം, അവരുടെ ഡിഫൻസിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നൊക്കെയായിരുന്നു നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ്. അങ്ങനെ ആയിരുന്നു. അത് മൈക്കിൾ ക്യാരിക്കിൻ്റെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ട്. പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഫുൾഹാം എന്ന് പറയുന്ന ടീം എന്താണെങ്കിലും നിങ്ങൾക്കായിരിക്കും പൊസഷൻ കൂടുതൽ കിട്ടാൻ പോകുന്നത്, അപ്പം നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നത്, അവരുടെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യുന്നത് കാണാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളത് നോക്കി കാണുന്നുണ്ട്, ഞങ്ങൾ അത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ പല റിപ്പോർട്ടേഴ്സും ചോദിച്ചത് മാച്ച് കഴിഞ്ഞ് ക്യാരിക്ക് പറയുന്നുണ്ട്. പക്ഷേ മാച്ചിൽ ഫുൾഹാമാണ് പൊസഷൻ ഡോമിനേറ്റ് ചെയ്തത്. 58% പൊസഷൻ അവർക്കാണ്. അപ്പോൾ അവർ പൊസഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു, നമ്മുടെ പ്രസ്സിനെ ബീറ്റ് ചെയ്ത് നമ്മുടെ ഫൈനൽ തേർഡിൽ ചെന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മുടെ ഡിഫൻസ്, നമ്മുടെ മിഡ്ഫീൽഡ് അതുപോലെ നമ്മൾ ആ ഒരു ഹോൾ ടീം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പോലെയാണ് നമ്മൾ ഡിഫെൻഡും അറ്റാക്ക് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ഡിഫൻസും നമ്മുടെ മിഡ്ഫീൽഡും ഒക്കെ പ്ലെയേഴ്സ് ഭയങ്കര കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു, കറക്റ്റ് സമയത്ത് ടാക്കിൾസ് നടത്തുന്നു. അപ്പോൾ അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്ത ചാൻസസിനെയൊക്കെ നമ്മൾ നിഷ്പ്രഭമാക്കുന്നു. ശരിക്കും സ്റ്റാറ്റ്സ് നോക്കിയാലും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർക്ക് നമ്മളെക്കാളും കൂടുതൽ XG ഉണ്ട്. 1.94 XG ഫുൾഹാമിനുണ്ട്, നമുക്ക് 1.74. ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കിയാലും രണ്ടുപേരും 6 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട്. ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ 3, അവർ 2. അങ്ങനെ സ്റ്റാറ്റ്സ് വൈസ് യാതൊരു വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് ടീമുകളും തമ്മിൽ. അപ്പോൾ ഇത്രയും XG ക്രിയേറ്റ് ചെയ്തെങ്കിലും അവർ സ്കോർ ചെയ്ത ഗോളെന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഗിഫ്റ്റ് ചെയ്ത പെനാൽറ്റി ഒന്ന്, രണ്ടാമത്തെ ഗോളെന്ന് പറയുന്ന ആ കെവിൻ സ്കോർ ചെയ്ത ഗോളെന്ന് പറയുന്നത് അതിൻ്റെ XG എന്ന് പറയുന്നത് 0.74 ആണ്. അതൊരു വണ്ടർ ഗോൾ, അവൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ സ്വന്തമായി സ്കോർ ചെയ്ത ഗോള്. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ എഫക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഫൻസിൽ ലിസാൻഡ്രോ മാർട്ടിനസ്, മഗ്വയർ, മിഡ്ഫീൽഡിൽ കസമീറോ, കോബി മേനു നമ്പർ 8 എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്ലെയറാണ് കോബി മേനു. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കോബി മേനു ഒരു നമ്പർ 8 ആയിട്ട് പുള്ളിക്ക് തിളങ്ങാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും അമോറിമിൻ്റെ ഡിസിഷനെ ബാക്ക് ചെയ്തിട്ടുണ്ട് കോബി മേനുവിൻ്റെ കാര്യത്തിൽ. പക്ഷേ നമ്മളെയൊക്കെ അവൻ എന്താ പറയുന്നത്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് അവൻ കാണിച്ചു തരുന്നുണ്ട് ഓരോ മത്സരം കഴിയും തോറും. ഇന്നത്തെ മത്സരത്തിൽ അവരുടെ സ്ട്രൈക്കർ റൗൾ ഗിമെനസിനെയൊക്കെ പറപ്പിക്കുന്നുണ്ട്, ടാക്കിൾ നടത്തി. അലക്സ് ഇവോബിയായിട്ട് ഫിസിക്കൽ ബാറ്റിൽസിന് പോകുന്നു, ബാറ്റിൽ ജയിക്കുന്നു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും റൺസിനെ ഫൈൻഡ് ചെയ്യാനും ഒക്കെ കോബി മേനു ശ്രമിക്കുന്നു. ശരിക്കും ഓരോ മത്സരം കഴിയും തോറും അവൻ ആസ് എ പ്ലെയർ അല്ലെങ്കിൽ ആസ് എ നമ്പർ 8 അല്ലെങ്കിൽ മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ ഓരോ മത്സരം കഴിയും തോറും അവൻ വളർന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും കോബി മേനുവും അല്ലെങ്കിൽ കസമീറോയും ഇവർ രണ്ടുപേരും കൂടെയുള്ള ഒരു മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ മിഡ്ഫീൽഡിന് ഭയങ്കര സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു മിഡ്ഫീൽഡാണ്, പ്രത്യേകിച്ച് ഡിഫെൻസീവ്ലി. അതുകൊണ്ട് തന്നെ ബ്രൂണോയ്ക്ക് ആ ഒരു ഫ്രീഡം കിട്ടുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇന്നത്തെ മത്സരത്തിലും 2 ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. സെസ്കോയുടെ ഗോളിൽ പുള്ളി ക്രിയേറ്റ് ചെയ്ത ചാൻസ് ആ സമയത്ത് നമ്മുടെ ബാസിയുടെ കയ്യിൽ നിന്നും പുള്ളി വഴുതി മാറിയ ഒരു വഴുതി മാറലും പുള്ളിയുടെ ആ ഒരു ടേണും ഒക്കെ ഉണ്ട്, ആ ഒരു തിരിഞ്ഞുള്ള ആ ഒരു വരവൊക്കെ ഉണ്ട് പാസ് റിസീവ് ചെയ്യാൻ വേണ്ടി. ഇന്നത്തെ മത്സരത്തിൽ 4 ചാൻസാണ് പുള്ളി ക്രിയേറ്റ് ചെയ്തത്, 2 അസിസ്റ്റ്, 6 പാസസ് ഇൻറ്റു ദ ഫൈനൽ തേർഡ്. ഓരോ മത്സരത്തിലും പുള്ളിക്ക് ആ ഒരു ഫ്രീഡം കിട്ടുന്നു, നമ്പർ 10 ആയിട്ട് കളിക്കുന്നു. ഓരോ മത്സരം കഴിയും തോറും അമോറിം, താങ്കളെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. സീസണിൻ്റെ അവസാനം അമോറിം ശരിക്കും ഈ ഒരു സീസണിൻ്റെ അവസാനം ആ ഒരു പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡിന് എന്തുകൊണ്ടും അർഹനാണ്, കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ പെർഫോമൻസ് മുന്നോട്ട് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ബ്രൂണോയ്ക്ക് കിട്ടണം എന്ന് തന്നെയാണ്. അവൻ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് കസമീറോയ്ക്ക് ഇന്ന് 1 ഗോള്, 1 അസിസ്റ്റ്, ഹെഡർ ഗോള്, അതുപോലെ തന്നെ കുണിയയുടെ ഗോളിൻ്റെ അസിസ്റ്റ്. കസമീറോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ജെയ്മി കാരിഗർ മാച്ച് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ട്, ദ ഫുട്ബോൾ ഹാസ് നോട്ട് ലെഫ്റ്റ് ഹിം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം കസമീറോയുടെ യുണൈറ്റഡിലെ 2ാമത്തെ സീസണിൽ പുള്ളിയുടെ ഭയങ്കര മോശമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ജെയ്മി കാരിഗർ പറഞ്ഞാണ് ലീവ് ഫുട്ബോൾ ബിഫോർ ഫുട്ബോൾ ലീവ്സ് യു. അപ്പം അതിന് ഒരു പ്രായച്ചിത്തം എന്നുള്ള രീതിയിൽ ഇന്ന് ജെയ്മി കാരിഗറിൻ്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി അത് ഏറ്റുപറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലെജൻഡറി പ്ലെയേഴ്സ് പോൾ സ്കോൾസ്, നിക്കി ബട്ട്, അവരുടെ തലയിലോട്ടൊന്നും ഈ സാധനം കയറത്തില്ല. ഇന്നും ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ബോൾ ക്യാരിങ്, നമ്മുടെ ഡിഫൻസിലെ ഏറ്റവും നല്ല ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക് ലിസാൻഡ്രോ മാർട്ടിനസ്. ഡിഫൻസിൻ്റെ കാര്യത്തിൽ, ടാക്കിൾസ് നടത്തുന്ന കാര്യത്തിലും, ഫിസിക്കൽ ബാറ്റിൽസിൻ്റെ കാര്യത്തിലും എനിക്കറിയത്തില്ല എന്ത് പറഞ്ഞുകൊണ്ട് ഇനി ലിസാൻഡ്രോ മാർട്ടിനസിനെ കുറ്റപ്പെടുത്തും എന്ന് എനിക്കറിയത്തില്ല. അവർക്കൊക്കെ സമയമായി, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അത് ഏറ്റുപറയാൻ സമയമായി നിക്കി ബട്ടിനും അല്ലെങ്കിൽ പോൾ സ്കോൾസിനും ഒക്കെ. അല്ലാതെ സ്വയം ന്യായീകരിച്ച് കോമാളികൾ ആകാൻ
ആകാൻ പോകാതിരിക്കുക. ജേമി കാരിഗറിനെയൊക്കെ ഒരു മാതൃകയാക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഈ കഴിഞ്ഞ 3 മത്സരങ്ങൾ നോക്കിയാൽ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത മത്സരം എന്ന് പറയുന്നത് ഇന്നത്തെ മത്സരം. നമ്മൾ ഈ ഫുള്ളാമിനെതിരെ കളിച്ച മത്സരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അവരുടെ കോച്ച് മാർക്കോ സിൽവയാണ്. മാർക്കോ സിൽവ നമുക്ക് എല്ലാവർക്കും അറിയാം, മത്സരത്തിൻ്റെ ഇടയിൽ ഈ ഓപ്പോസിഷൻ്റെ ടാക്ടിക്സിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു മാർക്കോ സിൽവ. അപ്പം അമോറിമിനെതിരെ ഉള്ള മാച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആ ഒരു ആദ്യത്തെ 10-20 മിനിറ്റ് നമ്മൾ ഡോമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പം ഈ മാർക്കോ സിൽവ എന്ന് പറയുന്ന ആ ഒരു ടാക്ടീഷ്യൻ്റെ ബ്രില്യൻസ് കാരണം പിച്ചിൽ നടത്തിയ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്റ്റിക്കലി പുള്ളി അമോറിമിനെ ഔട്ട് ക്ലാസ് ചെയ്ത മത്സരമായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും യുണൈറ്റഡ് തീർന്നായിരുന്നു. അത് മാച്ച് കഴിഞ്ഞ് മാർക്കോ സിൽവ എണ്ണി ടാക്ടിക്സിൻ്റെ കാര്യം, യുണൈറ്റഡിനെ അല്ലെങ്കിൽ അമോറിമിൻ്റെ ടാക്ടിക്സിലുള്ള പ്രശ്നങ്ങൾ, അതിനെ മാർക്കോ സിൽവ എങ്ങനെ അതിനെ ഡോമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ എണ്ണി പുള്ളി പറഞ്ഞായിരുന്നു മാച്ച് കഴിഞ്ഞപ്പം. ഇന്ന് മൈക്കിൾ ക്യാരിക്ക് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. മാർക്കോ സിൽവ ഇന്ന് കരച്ചിലാണ്, ഫൗള്, അങ്ങനെ പെനാൽറ്റി കൊടുത്തു, ഇന്ന് കരച്ചിൽ മാത്രം. അപ്പം അന്ന് നമുക്കെതിരെ തള്ളിമറിച്ച മാർക്കോ സിൽവയെ കരയിക്കാൻ മൈക്കിൾ ക്യാരിക്കിന് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വരുന്ന മത്സരമൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ടോട്ടൻഹാം, അതുപോലെ തന്നെ വെസ്റ്റ് ഹാം, എവർട്ടൺ, ഇങ്ങനത്തെ ടീമുകളാണ് നമുക്ക് നേരിടാൻ ഉള്ളത്. നമ്മൾ ഓൾറെഡി 4ാമത്തെ സ്പോട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഒരു മത്സരം തോറ്റാൽ മതി, തീർന്നു. അതുകൊണ്ട് ഒരു മത്സരം പോലും തോക്കാനുള്ള ആ ഒരു ഫ്രീഡം നമുക്കില്ല. മത്സരം തോക്കുക എന്ന് പറയുന്ന സംഭവം നമ്മുടെ നിഘണ്ടുവിലില്ല. എല്ലാ മത്സരവും നമ്മുടെ അവസാനത്തെ മത്സരം എന്ന് കരുതി നമ്മൾ ജയിക്കണം, ഫൈറ്റ് ചെയ്യണം. ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് നമ്മൾ പ്രീമിയർ ലീഗിലുള്ള ഇനിയുള്ള മത്സരങ്ങളിൽ മുഴുവൻ കാണിക്കണം. അത് മാത്രമല്ല, മുന്നോട്ട് ഭാവിയിലും കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊരു രക്ഷ കിട്ടത്തുള്ളൂ. അങ്ങനെ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരവസരം യുണൈറ്റഡ് തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നമിന്നം കമൻസ് ആയിട്ട് ഇടുക. പിന്നെ ഒരു കാര്യം കൂടെ ഇന്ന് സംഭവിച്ചു. 1958 ടീം അവരിന്ന് മാച്ചിന് മുന്നേ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി. മർച്ചൻഡൈസ് ഷോപ്പൊക്കെ അവർ അടപ്പിച്ചു. അങ്ങനത്തെ ഭയങ്കര സംഭവമൊക്കെ നടത്തി. എന്നിട്ട് നേരെ പോയിട്ട് മാച്ച് കണ്ടു. ഫുൾ ഹൗസ്, ഗ്ലേസേഴ്സ് ഔട്ട്, റാറ്റ്ക്ലിഫ് ഔട്ട് ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നമിന്നം കമൻസ് ആയിട്ട് ഇടുക.